ഇന്ന് റാന്നി പ്ലാച്ചേരിക്ക് സമീപം നടന്നേക്കുന്ന ആക്സിഡൻ്റ് ആട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ അങ്ങനെ ആക്സിഡൻറ്റ് വീഡിയോസ് ഇടാറുള്ളതല്ല, ഇതുമായിട്ടും ഇട്ടിട്ടില്ലായിരുന്നു. ഇന്ന് ഇടാനുള്ളൊരു കാരണമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കാണുന്ന 5ാമത്തെ ആക്സിഡൻ്റ് ആട്ടോ. ഈ 5 ആക്സിഡൻറ്റിന് ഒരു സാമ്യമുണ്ട്. ഈ 5 ആക്സിഡൻറ്റിലെയും ഡ്രൈവേഴ്സ് ഉറങ്ങിപ്പോയതാട്ടോ. ഒരു ആക്സിഡൻറ്റിൽ മാത്രം എന്തോ റോഡ് സ്ലിപ്പായതുകൊണ്ട്, റോഡ് തെന്നിക്കിടക്കുന്നതുകൊണ്ട് അങ്ങനെ പോയതാണെന്നും കേൾക്കുന്നുണ്ട്. എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്ന കാര്യം ഡ്രൈവേഴ്സ് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഒന്ന് ഉറങ്ങിയിട്ട് വേണം പോകാൻ. അതുപോലെ മിക്ക റോഡ് നല്ലതായിട്ട് തെന്നി കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ ടയറൊക്കെ അത്ര പോരായെങ്കിൽ നിങ്ങൾ അത് നോക്കി വേണം വണ്ടി ഓടിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല എതിരെ വരുന്ന വണ്ടിക്കാർക്കും മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ കാറുകാരൻ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. 2 പേർക്കും കുഴപ്പമില്ല കേട്ടോ, കാര്യമായിട്ടുള്ള പരിക്കില്ല. കാറുകാരന് കുറച്ച് പരിക്കുണ്ട്, പിക്കപ്പുകാരനും പരിക്കുണ്ട്, പക്ഷേ വലിയ മേജറായിട്ടുള്ള പരിക്കുകളൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ പിക്കപ്പിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ലെങ്കിലും കാറ് ടോട്ടൽ ലോസ് ആയിപ്പോയി കേട്ടോ. അതുപോലെ 2 പേർക്കും നല്ല രീതിയിൽ പരിക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഊന്നി പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഒതുക്കി ഉറങ്ങിയ ശേഷമേ പോകാവുള്ളൂ. അതുപോലെ ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പരിധി കൂടുതൽ വേഗത്തിൽ നമ്മുടെ കേരളത്തിൽ റോഡൊക്കെ പോകല്ലോ കേട്ടോ. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യും കേട്ടോ.